വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻഗേജ്മെന്റിന്റെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ലേറ്റ് ആയിട്ടോ. എന്താന്ന് വെച്ചാല് എനിക്ക് പനി പിടിച്ചു, ചാരുവിന് പനി പിടിച്ചു. അപ്പോൾ അതൊക്കെ ഒന്ന് മാറി വരുന്നുള്ളൂ, അതാണ് ലേറ്റ് ആയത് കേട്ടോ. അപ്പോൾ അതാ രാവിലെ ഞങ്ങൾ റെഡിയായി, ഞാനും റിച്ചും എല്ലാവരും, വീട്ടിലത്തെ എല്ലാവരും റെഡിയായി. ഞാൻ എങ്ങനെയുണ്ട്, ഓവറായോ? ഇല്ലാതെ കുറച്ചൊക്കെ ഓവറാവണ്ടേ, എന്നല്ലേ ആൾക്കാരൊന്ന് ശ്രദ്ധിക്കുള്ളൂ അല്ലേ. അതിൻ്റെ ചാരുട്ടി ആദ്യമായിട്ടാട്ടോ മുല്ലപ്പൂ വെക്കുന്നത്, ഫസ്റ്റ് ടൈം. ചില പിള്ളേര് മുല്ലപ്പൂ ഒക്കെ കണ്ടാൽ വലിച്ചെറിയും തലയിൽ വെക്കുമ്പോൾ, പക്ഷെ ചാരു ബേബി അതൊന്നും ചെയ്തില്ല കേട്ടാ. ആൾക്ക് നല്ല ഇഷ്ടപ്പെട്ടിരിക്കണേ. അപ്പൊ മുല്ലപ്പൂ ഒക്കെ വെച്ച് സുന്ദരിയായി. പിന്നെ ബാക്കിയുള്ളവരിതാ ഒരുങ്ങണ്. ചേച്ചി ഒരുങ്ങി, ഒരുവിധം എല്ലാവരും ഒരുങ്ങി. പിന്നെ ഏട്ടൻ ഫോൺ വിളിക്കണ എന്താ വെച്ചാല് മുല്ലപ്പൂ കിട്ടിയില്ല, ബാക്കിയൊക്കെ സെറ്റായി, മുല്ലപ്പൂ കിട്ടിയില്ല. അപ്പൊ അത് വിളിച്ച് ചോദിക്കുകയാണ്. പിന്നെ ഫോട്ടോഗ്രാഫർ വന്നിട്ട് ഫോട്ടോസ്, എല്ലാവരും ഫോട്ടോസ് എടുക്കണം, ഫാമിലി ഫോട്ടോസ് എടുക്കണം. പിന്നെ അച്ഛനും അമ്മേന്റെ ഫോട്ടോ എടുക്കണം. പിന്നെ രണ്ടാളിയന്മാര് തമ്മിൽ ഫോട്ടോ എടുക്കുന്നു. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇറങ്ങാനുള്ള പരിപാടി കേട്ടോ എല്ലാവരും. ബാക്കി എല്ലാവരും ബസ്സിൽ കയറിയിരുന്നു. പിന്നെ ഞങ്ങളിതാ വീട്ടുകാര് ഇറങ്ങാൻ നേരത്ത് ഫോട്ടോ ഒക്കെ എടുക്കുകയാണ്. അപ്പൊ അതൊക്കെ എടുക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ബസ്സിലേക്ക് കയറാൻ പോവാണ് കേട്ടോ. പിന്നെ ഒരു ടൂറിസ്റ്റ് ബസ്സും, പിന്നെ അതില് സ്ഥലം പോരാത്ത കാരണം പിന്നെ ഞങ്ങളൊരു ട്രാവലറും വിളിച്ച്, ഏട്ടനും ഫ്രണ്ട്സുകളും ഒരു കാറില്, അങ്ങനെ 3 വണ്ടിയാണ് കേട്ടോ പോണത്. ഞാനിതാ വെയിറ്റ് ചെയ്യാണ്, ട്രാവലർ വെയിറ്റ് ചെയ്യാണ്, കുറച്ച് ലേറ്റായി. അങ്ങനെ ഇതെല്ലാവരും കയറി, ബാക്കി എല്ലാവരും ബസ്സിൽ കയറി ഇരിക്കുകയാണ്. അവസാനം ഞങ്ങള് കയറിയിരിക്കുക. ഞങ്ങൾക്ക് പിന്നെ ഇരിക്കില്ല, ഞങ്ങള് ബസ്സിൽ പിന്നെ കയറിയ പിന്നെ പാട്ടായി. പിന്നെ പാട്ട് വെച്ച പിന്നെ ഞങ്ങൾ ഇരിക്കില്ല. പിന്നെ ഞങ്ങൾ തുടങ്ങും ഒരു 1-1.5 കളി. ഈ ബസ്സിന്റെ ലാസ്റ്റ് ഇരിക്കുന്ന പെൺപടകൾ കണ്ടോ, അവരൊക്കെ ഡാൻസ് കളിക്കാനായിട്ട് ഇരിക്കുന്ന ആൾക്കാരാട്ടാ. അവര് ഇങ്ങനെ ഇരിക്കണ നോക്കണ്ട, അവര് ഡാൻസ് കളിക്കണ ഡാൻസ് മാസ്റ്റേഴ്സ് ആട്ടാ. അവർ പല സ്റ്റെപ്പുകളും കാണിച്ചു തരും, അതനുസരിച്ച് നമ്മളാണ് കളിക്കുക, അത്രേ ഉള്ളൂ. പിന്നെ ആരൊക്കെ വന്നെന്ന് അറിയണ്ട, അതാണ് എല്ലാവരെയും നിരത്തി ഞാൻ വീഡിയോ എടുത്തുള്ളത്. ആ ബസ്സിലുള്ള എല്ലാവരെയും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ, ആരൊക്കെ വന്നുള്ളതെന്ന് അറിയണ്ടേ. അപ്പൊ അങ്ങനെ ഞാൻ പറഞ്ഞ പടകൾ പറഞ്ഞതാ ഈ 3 എണ്ണം, പിന്നെ റിച്ചും, ഇവരൊക്കെയാണ് ഇതിലത്തെ ഗ്യാങ്. ഞാനൊരു പെടാപ്പാടിൽ പെട്ടിരിക്കുക. എന്താ വെച്ചാൽ ഇൻ്റെ ഒക്കത്ത് വേദുല്ല, ചാരു ഉണ്ട്. ചാരു ഒരാളുടെ അടുത്തേക്ക് പോണില്ല, ആള് കരയാണ് ആകെ. എല്ലാവരും ചോദിച്ചു ഞാൻ എടുക്കണോ എല്ലാവരും ചോദിച്ചു. പക്ഷെ കുട്ടി ആരുടെ അടുത്തും പോയില്ല, ഇൻ്റെ അടുത്ത് തന്നെ ഇരിക്കുള്ളൂ എന്നൊരു പിടിവാശി പോലെ. അന്ന് ഞാൻ തന്നെ എടുക്കുക, അല്ലാണ്ട് ഇപ്പൊ എന്താ ചെയ്യാന്നല്ലേ. പിന്നെ മുല്ലപ്പൂ ഒന്നും ഇല്ല കേട്ടോ, മുല്ലപ്പൂ ഒക്കെ അപ്പൊ തന്നെ പോയി. കരച്ചിലായപ്പോ പിന്നെ മുല്ലപ്പൊക്കെ പോയി. പിന്നെ എന്താ ഞാൻ പറഞ്ഞില്ലേ, പാട്ട് വെച്ചാ പിന്നെ ഇവരെ കിട്ടില്ല. ഇവര് പിന്നെ ആള് ജില്ലിമാരല്ലേ. ഇതിന്റെ ബാക്കിൽ ഞാൻ കേട്ടാ, പിന്നെ കളിക്കാൻ സമ്മതിക്കില്ല ഗൈസ്. ചാരു ആകെ പിടിവാശിയിലാണ്, കളിക്കാൻ ഒരു പൊട്ടി കളിക്കാൻ സമ്മതിക്കില്ല. എന്തായാലും കല്യാണം ആകുമ്പോഴേക്കും സ്വഭാവമൊക്കെ ഒന്ന് മാറ്റി പിടിക്കണം, അല്ലെങ്കിൽ ശരിയാവില്ല. അങ്ങനെതാ പെണ്ണിന്റെ വീട്ടിലല്ല കേട്ടാ, ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് പരിപാടി. അപ്പം കൂടുതലും മുഷിഞ്ഞിരിക്കില്ല, കാരണം അത്രയ്ക്ക് ദൂരമില്ല, കുറച്ച് ദൂരേ ഉള്ളൂ. അതുകൊണ്ട് കൂടുതലും മുഷിഞ്ഞിരിക്കത്തില്ല. ഇവിടെ ഒരാൾ ചോദിച്ചു എന്തിനാ ഈ വീഡിയോ എല്ലാതും എടുക്കുന്നത്, ഇരിക്കുന്നതും ഇങ്ങനെ ഇറങ്ങണതും ഒക്കെ എന്തിനാ വീഡിയോ എടുക്കണമെന്ന് വെച്ചപ്പോൾ അവർക്കറിയില്ലല്ലോ ഇതിൻ്റെ ഒരു കഷ്ടപ്പാട്. എല്ലാതും എടുക്കണമെന്ന്, ഒരു വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും വേണമല്ലോ. അങ്ങനെതാ ഓഡിറ്റോറിയത്തിലെത്തി. പക്ഷെ ഞങ്ങൾ വരാൻ കുറച്ച് ലേറ്റ് ആയ കാരണം ചെറിയൊരു ഡിസ്കഷനിലാണ്. എന്താ വെച്ചാൽ ശരണ്യ ഇട്ട സാരിയില്ലേ, ആ സാരിയിൽ മോതിരം മാറിയ ശേഷം പിന്നെ കൊടുക്കലും കഴിഞ്ഞാൽ ബാക്കിയുള്ളത് ഡ്രസ്സ് ചേഞ്ച് ചെയ്തതിന് ശേഷം ചെയ്യാന്നാണ് അവസാനം എത്തിയത്. അങ്ങനെ അതാ മോതിരം മാറാനുള്ള പരിപാടി കേട്ടോ. ഏട്ടനും ചെറുതായിട്ട് ടെൻഷൻ ഉണ്ട് കേട്ടോ. ഏട്ടൻ കാറിൽ നിന്ന് തന്നെ വരുമ്പോ ആകെ മൂഡ് ഓഫ് ആയിട്ടാണ് ഏട്ടൻ വരുന്നത്. ഭയങ്കര ടെൻഷൻ ഉണ്ട് ആൾക്ക്. ഒന്നാമത് നേരെ വഴിക്ക് വന്ന കാരണം ഏതാ ചെയ്യേണ്ടത് ആകെ കൂടി ഒരു കൺഫ്യൂഷൻ ആയിരുന്നു അവിടെ എത്തിയപ്പോ. ഈ പട്ടാളങ്ങൾ എവിടെയെന്ന് യാതൊരു പിടുത്തമില്ല കേട്ടാ. ഞാൻ ഏട്ടൻ്റെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ ഈ പുടവ് കൊടുക്കാനുള്ള ഇങ്ങോട്ട് വന്നത്, സ്റ്റേജിലേക്ക് വന്നത്. വേദുവിന് പിന്നെ അല്ലു മതി, അവര് രണ്ടാളും കൂടി ഉണ്ടെങ്കിൽ ഈ ഓഡിറ്റോറിയം മറച്ചിടും. അങ്ങനെയാണ് അവര് രണ്ടാളും. ചാരു പിന്നെ അതിനൊന്നും ആയിട്ടില്ലല്ലോ. ഈ പ്രായത്തുമ്പോ ഇതിനെക്കാട്ടിയും കഷ്ടമായിരിക്കും ചാരു. നമ്മൾ എന്ത് ശുഭകാര്യം ചെയ്യുമ്പോഴും ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, വിളക്ക് കൊളുത്തണം അല്ലേ. അങ്ങനെ രണ്ടാളും കൂടിയിട്ട് ദീപം തെളിയിക്കാണ്. ഇത് കഴിഞ്ഞതിന് ശേഷമാണ് ബാക്കി എല്ലാ ചടങ്ങുകളും തുടങ്ങുക. ഞാൻ കുറെ നേരമായിട്ട് ആ പുടവ പിടിച്ചിട്ട് കുറെ നേരമായി നിൽക്കണത്, എൻ്റെ കയ്യെ കടഞ്ഞിട്ട്. അത് ആ ലെഹങ്ക അത്യാവശ്യം വെയിറ്റ് ഉണ്ട് കേട്ടോ. ഞാൻ അവസാനം ഞാൻ കൊടുത്തിരിക്കുന്നു ഗൈസ്. അത് കൊടുത്തപ്പോൾ എന്തൊരു ആശ്വാസം. അത് കഴിഞ്ഞ് പിന്നെ ഫോട്ടോസ് ഒക്കെ എടുത്തിട്ടാ. കുറച്ച് ഫോട്ടോസ് എടുത്തതിന് ശേഷം പിന്നെ മോതിരം മാറാനുള്ള പരിപാടിയാണ്. മോതിരം മാറുകയാണേ. അപ്പോൾ മോതിരം കാണിച്ചു കൊടുത്ത്
ദെൻ മോതിരം മാറാനുള്ള പരിപാടിയാണ്. പിള്ളേരെ എത്തിട്ട ചടങ്ങ് തുടങ്ങിയപ്പോൾ പിള്ളേരെ വിളിച്ചേതാ സൈഡിൽ രണ്ടാളും നിൽക്കുന്നുണ്ട്. രണ്ടാളും ഒരുമിച്ച് നിൽക്കുള്ളൂ, രണ്ടാളും ഭക്ഷണം കഴിക്കാൻ ഒരുമിച്ച് ഇരിക്കുള്ളൂ. അങ്ങനെ കേട്ടോ, അങ്ങനെ മോതിരം മാറാനുള്ള പരിപാടി കേട്ടോ. ആദ്യം ആരാ ഇട്ട് കൊടുക്കണ്ടെന്ന് ആകെ കൺഫ്യൂഷൻ. ചിലവർ പറഞ്ഞു ചെക്കനെ ഇട്ട് കൊടുക്കണ്ടെന്ന്, ചിലവർ പറഞ്ഞു പെൺകുട്ടി ഇട്ട് കൊടുക്കണ്ടെന്ന്. അവസാനം ഏട്ട ഇട്ട് കൊടുത്തിട്ടാ. അങ്ങനെ ഏട്ടൻ പുതിയൊരു ജീവിതത്തിന്റെ തുടക്കം കുറിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ശരണ്യ ഇട്ട് കൊടുക്കുകയാണ് കേട്ടാ. പിന്നെ ശരണ്യ മോതിരം ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ ഏട്ടൻ ഷാർജയിലേക്ക് പോണ വീഡിയോ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ മോതിരമൊക്കെ മാറി ഇനി അടുത്തത് കുറച്ച് ചടങ്ങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ആ കാര്യങ്ങൾ കേട്ടോ ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത്. ഞങ്ങളെ മാമൻ ശരണ്യയുടെ മാമന് എന്തോ ക്യാഷ് കൊടുക്കുക തോന്നുന്നുണ്ട്, അറിയില്ല എന്താണ്. നമ്മൾ കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കാതിരിക്കാൻ തോന്നുന്നില്ല. അങ്ങനെ അവരിവിടെ ഇരിക്കട്ടെ, ഞങ്ങൾ പോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വരാം. അങ്ങനെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ കഴിഞ്ഞു, ഒരുവിധം കഴിഞ്ഞു. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ മുടിയൊക്കെ കെട്ടിട്ടുണ്ട്. ആദ്യം ഞാൻ മുടി കെട്ടിയിട്ടാണ് ഞാൻ വീഡിയോ എടുക്കാൻ നിൽക്കുന്നത്. അത് കഴിഞ്ഞ ശേഷം ചേച്ചി പിന്നെ വേദുട്ടനെ ശരിയാക്കി കൊടുക്കണം. ഇതെല്ലാം കാണുന്നു അമ്മ. അങ്ങനെ ഞങ്ങളുടെ വീട്ടിലേക്ക് ഒരാളും കൂടി വരികയാണ് ഗൈസ്. അങ്ങനെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യൽ കഴിഞ്ഞു, ഞങ്ങൾ ഇറങ്ങിയായിട്ടാ. ശരണ്യ പറയുന്നുണ്ട് നടക്കാൻ പറ്റുന്നില്ല, നല്ല വെയിറ്റ് ഉണ്ട് അടിഭാഗത്ത്, ലെഹങ്കയുടെ അടിഭാഗത്ത് അത്യാവശ്യം വെയിറ്റ് ഉണ്ട്, അതുകൊണ്ട് നടക്കാൻ പറ്റുന്നില്ല. സ്കേർട്ട് പിടിച്ചിട്ട് വേണം നടക്കണമെങ്കിൽ, അല്ലെങ്കിൽ വീഴും. അങ്ങനെ പിടിച്ചു കൊടുക്കുകയാണ് കേട്ടോ, നടക്കാൻ പറ്റുന്നില്ല പാവത്തിന്. ചേച്ചിനെ ഞാൻ ശരണ്യയുടെ കൂടെ നിർത്തിയിട്ട് ഞാൻ വീഡിയോ എടുക്കാൻ നിന്ന്, അല്ലെങ്കിൽ വേറെ ആരും വീഡിയോ എടുത്ത് തരില്ല എന്നല്ല, അങ്ങനെ എല്ലാവരും ഓരോ കാര്യത്തിനും എൻഗേജ്ഡ് ആയിരിക്കല്ലേ. അങ്ങനെ വള ഇട്ട് കൊടുക്കണം. വള ഇട്ട് കൊടുക്കുന്നത് ചേച്ചിയാണ്. ഞാൻ പുടവ കൊടുത്തു, ചേച്ചി വള ഇട്ട് കൊടുത്തു. പിള്ളേര് മിഠായി കൊടുത്തു. പിന്നെ ഫോണ് കൊടുത്തത് അച്ഛൻ്റെ ഏട്ടൻ്റെ മോളാട്ടോ, മല്ലികേച്ചി എന്ന് പറയും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു ഞങ്ങൾ അവിടുന്ന് മെല്ലെ അങ്ങോട്ട് ഇറങ്ങി. കാരണം ചാരു രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, ഉപ്മാവ് ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ ചാരു കഴിച്ചിട്ടേ ഇല്ല, ഒരു വായ കഴിച്ചാലായി. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണേ. പാവം വേഗം കഴിച്ച്, നല്ല വിശപ്പുണ്ടായിരുന്നു തോന്നുന്നു, കാരണം രാവിലെ ഒന്നും കഴിക്കാത്ത കാരണേ. അങ്ങനെ ഭക്ഷണമൊക്കെ കൊടുത്തു. ബാക്കി എല്ലാവരും ഫുഡൊക്കെ കഴിക്കായിരുന്നു. പിന്നെ ഫോട്ടോസ് ഒരു സെക്ഷനിൽ നടക്കുന്നുണ്ട്, ഒരു സെക്ഷനിൽ ഫുഡ് കഴിക്കാതിരിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങളും ഇരുന്നു കേട്ടോ. അവസാനം ഇരുന്ന് ചെക്കൻ്റെ പെണ്ണിൻ്റെ കൂടെ ഇരിക്കണ്ടേ, അങ്ങനെ അവസാനം ഞങ്ങളിരുന്നു. പിന്നെ കല്യാണം പറഞ്ഞിട്ടുള്ളത് 10 മാസം കഴിഞ്ഞിട്ടാണ്, ഏപ്രിലിൽ കല്യാണം ഉണ്ടാവും എന്ന് പറയുന്നത്. കല്യാണം നമുക്ക് അടിച്ച് പൊളിക്കണം. എൻഗേജ്മെന്റ് പെട്ടെന്നുണ്ടായിരുന്ന ഒരു എൻഗേജ്മെന്റാണ്, ഏട്ടന് പോവും വേണം. അപ്പൊ എന്തായാലും എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോവാന്നുള്ളൊരു തീരുമാനത്തിലാണ്. പെട്ടെന്നുണ്ടായിരുന്ന ഒരു എൻഗേജ്മെന്റ് ആട്ടോ. അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, നമുക്ക് കല്യാണം അടിച്ച് പൊളി. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ. പിന്നെ ബെൽ ബട്ടണും കൂടി അമർത്തിയാൽ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ എത്തുകയുള്ളൂ. അപ്പൊ അത്രയേ ഉള്ളൂ. ബൈ.